ഇന്ത്യൻ സംസ്കാരത്തെ മുഴുവനായി അതിൻ്റെ അതിഭീഷണമായ സങ്കീർണതകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ട് അവർ ഒന്നിച്ച് വിളിച്ച ഒരു വാക്കായിരുന്നു ഹിന്ദു സംസ്കാരം എന്നത്. കാരണം അവരിവിടെ കണ്ടത് അനേകം ജാതികൾ, അനേകം വിശ്വാസങ്ങൾ, അനേകം ജീവിത രീതികൾ, അനേകം ഭക്ഷണ രീതികൾ, ശില്പത്തിൻ്റെയും ചിത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയുമായ അനേകം സമ്പ്രദായങ്ങൾ ഇവയാണ്. ഇവയെ ഒന്നിച്ച് ചേർത്ത് പറയാൻ അവർക്കൊരു വാക്ക് വേണമായിരുന്നു. അങ്ങനെ മാത്രമാണ് ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടത്. വായനശാലകളാണ് ഒരുപക്ഷെ നമ്മുടെ നവോത്ഥാനത്തെ സാർത്ഥകവും സചേതനവുമാക്കിയത്. വായനശാലകളാണ് നമ്മുടെ സ്വാതന്ത്ര്യദാഹത്തെ ഉദ്ദീപിപ്പിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകാനും അതിലേക്ക് എല്ലാം ത്യജിച്ച് എടുത്തു ചാടാനും നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്തത്. ആദ്യമായും അവസാനമായും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പൊതു വായനശാലകൾ വലിയ സാംസ്കാരിക പ്രതിരോധത്തിൻ്റെ ഇടങ്ങളായി മാറേണ്ട ഒരു ചരിത്രഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് എന്നതാണ്. ഇന്ന് അനേക തലങ്ങളിലുള്ള ഒരു സംഘർഷം ഇന്ത്യയിൽ അരങ്ങേറുന്നുണ്ട്. അതിൽ ദുരാധിപത്യവും ജനാധിപത്യവുമായുള്ള സംഘർഷമുണ്ട്. നിരക്ഷരതയും സാക്ഷരതയുമായുള്ള സംഘർഷമുണ്ട്. പുസ്തകപ്രേമവും പുസ്തക വിരോധവും തമ്മിലുള്ള സംഘർഷമുണ്ട്. മൂലധനവും സമത്വ കേന്ദ്രിതമായ ചിന്തയും തമ്മിലുള്ള സംഘർഷമുണ്ട്. മനുഷ്യാവകാശങ്ങളും അവകാശ നിഷേധങ്ങളും തമ്മിലുള്ള സംഘർഷമുണ്ട്. ഒരുപക്ഷേ നീതിയും ന്യായവും തമ്മിലുള്ള സംഘർഷം പോലും ഉണ്ട് എന്ന് ചില കോടതി വിധികൾ പോലും നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പാരമ്പര്യത്തെയും ആധുനികതയെയും സമന്വയിച്ചുകൊണ്ടല്ലാതെ ഒരു പുതിയ സമൂഹത്തിന് മുന്നേറാൻ കഴിയുകയില്ല എന്നിരിക്കെ പാരമ്പര്യത്തിൻ്റെ ഏതാനും ചില അംശങ്ങളെ മാത്രം സമന്വയിച്ചുകൊണ്ട് പാരമ്പര്യത്തിലെ ഏറ്റവും സർഗാത്മകമായ മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്ന പുരോഗമനാത്മകമായ അംശങ്ങളെ മുഴുവൻ പരിത്യജിച്ചുകൊണ്ട് ഏതോ പ്രാക്തന കാലത്തേക്ക് മടങ്ങാൻ നമ്മെപ്പോലുള്ള ഒരു ആധുനിക സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന ഒരു കാലത്തൂടെയാണ് ഇന്ന് ഇന്ത്യ കടന്നു പോകുന്നത്. രാവിലെ സംസാരിച്ചപ്പോൾ ഞാൻ ബെർത്തോൾട്ട് ബ്രെറ്റ് എന്ന ജർമ്മൻ കവിയുടെ ഒരു വാക്യം ഉദ്ധരിക്കുകയുണ്ടായി. വിശക്കുന്ന മനുഷ്യ, പുസ്തകം കയ്യിലെടുക്കൂ, അത് ഒരായുധമാണ് എന്ന്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഞാനിങ്ങനെ പറയുകയും ചെയ്തു. ഇവിടെ വിശപ്പ് എന്നത് കേവലമായ ഭൗതികമായ ശാരീരികമായ വിശപ്പ് മാത്രമല്ല, വിജ്ഞാനത്തിന് വേണ്ടിയുള്ള, അനുഭൂതിക്ക് വേണ്ടിയുള്ള, ചരിത്രത്തിന് വേണ്ടിയുള്ള, ജീവിതത്തിന് തന്നെ വേണ്ടിയുള്ള വിശപ്പാണ്. ആ മനുഷ്യൻ കയ്യിലെടുക്കുന്ന പുസ്തകം എന്ന ആയുധം ഏതെങ്കിലും രീതിയിൽ യുദ്ധത്തിനോ സംഘർഷത്തിനോ വേണ്ടിയുള്ളൊരു ആയുധമല്ല. അത് സാംസ്കാരികമായ ഒരു ആയുധമാണ്, ധൈഷണികമായ ഒരായുധമാണ്, അനുഭൂതിപരമായ ഒരു ആയുധമാണ്. അത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാൻ പോന്ന അറിവിൻ്റെ, സംസ്കാരത്തിൻ്റെ ഒരു ആയുധമാണ്. ഇവിടെ ഇപ്പോൾ തന്നെ അവതരിപ്പിച്ച ഈ പ്രമേയത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഒരുപക്ഷെ നമ്മുടെ ലൈബ്രറികൾ വിദ്യാഭ്യാസം നൽകുന്ന, ലോകത്തെ പരിവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പൊതു ഇടങ്ങളാണ്, അഥവാ ഇടങ്ങളായി മാറേണ്ടതുണ്ട് എന്നാണ്. എംപവറിങ് പബ്ലിക് സ്പേസസ്, നമുക്ക് ശക്തി പകരുന്ന, നമ്മെ നിരന്തരമായി മാറാൻ, സ്വയം വിമർശിക്കാൻ, സമൂഹത്തെ വിമർശിക്കാൻ നമുക്ക് കരുത്ത് പകരുന്ന, സ്വയം മാറ്റാൻ, ചുറ്റുപാടിനെ മാറ്റാൻ നമുക്ക് ഊർജം പകരുന്ന മഹാവിജ്ഞാന കേന്ദ്രങ്ങളായി നമ്മുടെ വായനശാലകൾ മാറേണ്ടതുണ്ട് എന്ന സന്ദേശമായിരുന്നു അതിൻ്റെ രത്നച്ചുരുക്കം. ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം
അത് ഇവിടെ ശ്രീ രാജേഷ് മുമ്പ് സൂചിപ്പിക്കുക തന്നെ ചെയ്തു. വായനശാലകൾ എല്ലാ കാലത്തും കേവലം വായനശാലകൾ ആയിരുന്നിട്ടില്ല. വായനശാലകൾ വായനയുടെ കേന്ദ്രമായിരിക്കെ തന്നെ കലാപ്രവർത്തനത്തിൻ്റെ, സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ, സാമൂഹ്യ സംക്രമണത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും നിരന്തരമായി സ്പന്ദിക്കുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് നിരന്തരമായി പുതിയ രക്തം ഒഴുക്കി വിടുന്ന ഹൃദയധമനികളായിരുന്നിട്ടുണ്ട്. ആ രീതിയിൽ വായനശാലകളാണ് ഒരുപക്ഷെ നമ്മുടെ നവോത്ഥാനത്തെ സാർത്ഥകവും സചേതനവുമാക്കിയത്. വായനശാലകളാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദാഹത്തെ ഉദ്ദീപിപ്പിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകാനും അതിലേക്ക് എല്ലാം ത്യജിച്ച് എടുത്തു ചാടാനും നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്തത്. വായനശാലകളാണ് അജ്ഞാനത്തിനെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും വെളിച്ചം പ്രസരിപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചു പോന്നിട്ടുള്ളത്. വായനശാലകൾ തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്ന പല രീതികളിലുള്ള അസമത്വങ്ങൾക്കെതിരെ, പലതരം ശ്രേണീകരണങ്ങൾക്കെതിരെ, അത് വർഗാധിപത്യമാകട്ടെ, വംശാധിപത്യമാകട്ടെ, ലിംഗാധിപത്യമാകട്ടെ, മറ്റ് ജാതിയുടെ സവർണാധിപത്യമാകട്ടെ, ഏത് രീതിയിലുള്ള ആധിപത്യമായാലും ഈ ആധിപത്യങ്ങൾക്കെതിരെ ഇവയൊന്നും നിലനിൽക്കാത്ത ഒരു പുതിയ സാഹോദര്യത്തിലും സമത്വത്തിലും പ്രാഥമികമായ മാനുഷികാവകാശങ്ങളിലും അധിഷ്ഠിതമായ ഒരു സമൂഹം സ്വപ്നം കാണാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ആ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ തന്നെ മാറ്റി എടുക്കുകയും ചെയ്തത്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും നമ്മുടെ നാട്ടിലെ വായനശാലകളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നാം ആദ്യം വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ആ വായനശാലയിൽ നടന്ന കൂട്ടായ്മകളെക്കുറിച്ച്, ചർച്ചകളെക്കുറിച്ച്, വിമർശനങ്ങളെക്കുറിച്ച്, പുരോഗമനപരങ്ങളായ നാടകങ്ങളെക്കുറിച്ചും കഥാപ്രസംഗങ്ങളെക്കുറിച്ചും ആ കാലത്ത് പ്രചരിച്ചിരുന്ന അനേകം ക്ലാസിക്കുകളുടെ പരിഭാഷകളെക്കുറിച്ചും എല്ലാമുള്ള ഓർമ്മകൾ. എൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ഈ വായനശാലകൾ അത്യധികം അഗാധമായ ഗംഭീരമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആദ്യമായി ലോക സാഹിത്യവുമായി, ഇന്ത്യൻ സാഹിത്യവുമായി, തീർച്ചയായും മലയാള സാഹിത്യവുമായി എന്നെ പരിചയപ്പെടുത്തുന്നതിൽ, അങ്ങനെ ക്രമേണ ഒരു എളിയ എഴുത്തുകാരൻ ആക്കി എന്നെ മാറ്റുന്നതിൽ എൻ്റെ നാട്ടിൻപുറത്തെ 2 വായനശാലകൾ വഹിച്ച പങ്കിനെക്കുറിച്ച് ഞാൻ രാവിലെയും സൂചിപ്പിക്കുകയുണ്ടായി. ഒരു പക്ഷേ ഇത് എൻ്റെ മാത്രം കഥയല്ല, ഏതൊരു സാക്ഷരനായ മലയാളിയുടെയും കഥയാണ്. സാക്ഷരനായ മലയാളിയുടെ മാത്രമല്ല, നിരക്ഷരയായ മലയാളിയുടെയും കഥയാണ്. കാരണം നിരക്ഷരത്വത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കുള്ള നമ്മുടെ അനുക്രമമായ നീക്കത്തെ സാക്ഷാത്കരിച്ചത്, അത് സാധ്യമാക്കിയത് ഈ വായനശാലകളിൽ വായിക്കാതിരിക്കുമ്പോൾ പോലും നടന്ന അനേകം സംവാദങ്ങളും ചർച്ചകളും സംഭാഷണങ്ങളുമാണ്. ഇത് ഞാൻ എടുത്തു പറയുന്നത് ഇന്ന് ഇന്ത്യ സംവാദ വിമുഖമായ ഒരു ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കാരണം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതിൻ്റെ ഗംഭീരമായ ഒരു യൂറോപ്പുമായി പോലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള വൈവിധ്യമാണ്. അനേകം ഭാഷകൾ, അനേകം പ്രാദേശിക സംസ്കാരങ്ങൾ, അനേകം പ്രത്യയശാസ്ത്രങ്ങൾ, വിശ്വാസങ്ങൾ, അനേക രീതികളിൽ ചിന്തിക്കുന്ന മനുഷ്യർ, വിമർശനത്തോട് നിരന്തരമായി നാം പുലർത്തിപ്പോന്ന സഹിഷ്ണുതയും ആ വിമർശനം ഏറ്റുവാങ്ങാനും അതനുസരിച്ച് സ്വയം പരിവർത്തനപ്പെടുത്താനുമുള്ള ക്ഷമതയും, ഇതെല്ലാം ചേർന്ന ഇന്ത്യ എന്ന വലിയ ആശയമാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിലെമ്പാടും വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുസ്വരമായ ഇന്ത്യയെ ഏകസ്വരമാക്കി മാറ്റാൻ അനേകം ശിലകൾ കൊണ്ട് പണിത, അനേകം സംസ്കാരങ്ങൾ കൊണ്ടും ഭാഷകൾ കൊണ്ടും പണിത ഇന്ത്യയെ ഒരു ഏകശിലാരൂപമായ രാജ്യമാക്കി മാറ്റാൻ ഉള്ള കുൽസിത ശ്രമങ്ങൾ ബോധപൂർവം നടക്കുന്ന, നിരക്ഷരത ബോധപൂർവം പ്രചരിപ്പിക്കുന്ന, കപട ചരിത്രം പ്രചരിപ്പിക്കുന്ന, കപട സാമൂഹ്യ ശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന, കപട വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നാം ഇന്ന് വായനശാലകളെയും ഈ വായനശാലകൾക്ക് നമ്മുടെ ഉണ്ടായിരിക്കേണ്ട ചുമതലകളെയും ധർമ്മങ്ങളെയും നിയോഗങ്ങളെയും കുറിച്ച് നിരന്തരമായി ചർച്ച ചെയ്യുന്നത്.
നമുക്കറിയാം ഇന്നത്തെ ഭരണകൂടവും ഭരണകൂടത്തിൻ്റെ വക്താക്കളും നമ്മോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ സ്വപ്നം കാണുന്നത് ഹിന്ദുത്വത്തിൻ്റെതായ ഒരു ഇന്ത്യ രാഷ്ട്രത്തെയാണ് എന്നാണ്. ഞങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആര്യ രാഷ്ട്രത്തെയാണെന്നാണ്. ഞങ്ങൾ സ്വപ്നം കാണുന്നത് ഹിന്ദി ഏറ്റവും പ്രധാന ഭാഷയാകുന്ന, അല്ലെങ്കിൽ ഹിന്ദി എല്ലാവരും സംസാരിക്കുന്ന ഒരു രാഷ്ട്രത്തെയാണ് എന്നാണ്. ഈ 3 പ്രാഥമികമായ അവകാശവാദങ്ങളും ചരിത്രപരമായ ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ പൊളിഞ്ഞു പോകുന്ന വാദങ്ങളാണ് എന്ന് നമുക്ക് ചരിത്രത്തിൻ്റെ പ്രാഥമിക ബോധമെങ്കിലും ഉള്ളവർക്ക് തിരിച്ചറിയാതെ കഴിയുകയില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ ഹിന്ദു എന്ന വാക്കിന് ഒരു കാലത്തും ഒരു മതം എന്ന സംജ്ഞയുടെ, പാശ്ചാത്യാർത്ഥത്തിൽ സെമറ്റിക് അർത്ഥത്തിൽ ഒരു മതം എന്ന സംജ്ഞയുടെ അർത്ഥം ഉണ്ടായിരുന്നതേയില്ല. പുറത്തുനിന്ന് വന്നിരുന്ന ആളുകൾ ഇന്ത്യയിലെ ആളുകളെ പൊതുവെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു വാക്ക് മാത്രമായിരുന്നു ഹിന്ദു. ഇന്ത്യൻ സംസ്കാരത്തെ മുഴുവനായി അതിൻ്റെ അതിഭീഷണമായ സങ്കീർണതകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ട് അവർ ഒന്നിച്ച് വിളിച്ച ഒരു വാക്കായിരുന്നു ഹിന്ദു സംസ്കാരം എന്നത്. കാരണം അവരിവിടെ കണ്ടത് അനേകം ജാതികൾ, അനേകം വിശ്വാസങ്ങൾ, അനേകം ജീവിത രീതികൾ, അനേകം ഭക്ഷണ രീതികൾ, ശില്പത്തിൻ്റെയും ചിത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയുമായ അനേകം സമ്പ്രദായങ്ങൾ ഇവയാണ്. ഇവയെ ഒന്നിച്ച് ചേർത്ത് പറയാൻ അവർക്കൊരു വാക്ക് വേണമായിരുന്നു. അങ്ങനെ മാത്രമാണ് ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടത്. അത് ഒരു മതപരമായ അർത്ഥം സ്വീകരിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മാത്രമാണ്. ഒരുപക്ഷെ കൃത്യമായി പറയുകയാണെങ്കിൽ 1914 ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നതോടുകൂടി മാത്രമാണ് ഈ ഹിന്ദു എന്നതിന് മതപരമായ ഒരു അർത്ഥം കൈവരുന്നത്. അത്തരമൊരു ഹിന്ദുത്വം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് തുടർന്നുള്ള വർഷങ്ങളിൽ നടന്നത്. നമുക്കറിയാവുന്നതുപോലെ ഹെഡ്ഗേവാറിൻ്റെയും സവർക്കറുടെയും മറ്റും വരവോടുകൂടി അത് തീവ്രവാദത്തിൻ്റെ രൂപം കൈവരിക്കുകയും ഒരു ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് അത് നിരന്തരമായി സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഭഗവത്ഗീതയെ ബൈബിളോ ഖുറാനോ പോലുള്ള ഒരു പുണ്യഗ്രന്ഥമായി മാറ്റുന്ന, ശ്രീകൃഷ്ണനെ ക്രിസ്തുവിനോ മുഹമ്മദിനോ പകരം വയ്ക്കുന്ന ചില പുരാണങ്ങളെ, വിശേഷിച്ചും രാമായണത്തെ നമ്മുടെ മുഴുവൻ തന്നെ ഇതിഹാസമാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു ഹിന്ദു മതത്തെക്കുറിച്ച് അത് സംസാരിക്കാൻ ആരംഭിച്ചു. ആ ഹിന്ദു മതത്തിൻ്റെതായ ഒരു ചരിത്രം ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കി അതിൽ നിന്ന് ഒരുപാട് അംശങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ട് അനേകം തത്വചിന്തകൾ, ചാർവാകൻ്റെ ചിന്ത, അജിത കേശകമ്പിളിയുടെ ചിന്ത, സാഖ്യചിന്ത, ബുദ്ധചിന്ത, ജൈനചിന്ത, ഇങ്ങനെയുള്ള അനേക തരത്തിലുള്ള ചിന്താധാരകളെ വിട്ടുകളഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുമതം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് 1914 ആരംഭിക്കുകയും 100 വർഷത്തിന് ശേഷം നമ്മുടെ ഭരണത്തിലേറുന്ന വിധം ശക്തമായി മാറുകയും ചെയ്തത്. അതുപോലെ തന്നെയാണ് ആര്യ വംശത്തെക്കുറിച്ചുള്ള വാദം. നമുക്കറിയാം, നാസികൾ ഭരണത്തിൽ വന്നത്, ഹിറ്റ്ലർ ഭരണത്തിലേറിയത് ഞാനൊരു ആര്യനാണെന്നും ആര്യരല്ലാത്ത ആളുകൾ എല്ലാവരും വിദേശികളോ അപരരോ ആണ് എന്നും പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ചരിത്രം വളരെയേറെ മുന്നേറിയിരിക്കുന്നു. ചരിത്രം എന്നാൽ ഇന്ന് ചരിത്രം മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ അതിൽ നരവംശ ശാസ്ത്രമുണ്ട്, അതിൽ ജനിതക ശാസ്ത്രത്തിന് ജ്ഞാനമുണ്ട്, അതിൽ പുരാവസ്തു ശാസ്ത്രമുണ്ട്, അതിൽ ഭാഷാവിജ്ഞാനീയമുണ്ട്. ഇതെല്ലാം ചേർന്ന ചരിത്രത്തെ തന്നെ സംബന്ധിച്ച ഒരു പുതിയ തിരിച്ചറിവ് നേടിയ കാലത്തൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. റൊമില ഥാപ്പറുടെയോ അല്ലെങ്കിൽ കൈഫ്രീസിൻ്റെയോ ജയാമേനൻ്റെയോ ഈ രീതിയിലുള്ള പറയാവുന്ന അനേകം ആളുകളുടെയോ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഈ ആര്യൻ എന്ന സംജ്ഞ ഒരർത്ഥത്തിലും ഒരു വംശത്തെ സൂചിപ്പിക്കുന്നതേ ഇല്ല എന്നും ആര്യൻ എന്ന് വിളിക്കുന്ന ഒരു വംശം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്നും. ഇൻഡോ ആര്യൻ ഭാഷകൾ സംസാരിക്കുന്ന കുറേ ആളുകൾ നിശ്ചയമായും ഇവിടെ ഉണ്ടായി. ക്രിസ്തുവിന് മുമ്പ് 2000-നും 1000-നും ഇടയിൽ 65,000 വർഷം മുമ്പ് തന്നെ ഇവിടെ ആഫ്രിക്കക്കാരും അറബികളുമായ ആളുകൾ എത്തിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം രണ്ടാമത് സാഗ്രോസ്
കൃഷിക്കാരുടേതായ ഒരു കുടിയേറ്റം ക്രിസ്തുവിന് മുമ്പ് 6000-നും 5000-നും ഇടയ്ക്ക് നടന്നു. ഏറ്റവും ഒടുവിൽ നടന്ന, വിദേശികളുടെ വരവിന് മുമ്പ് ഏറ്റവും ഒടുവിൽ നടന്ന ഒരു കുടിയേറ്റത്തിലൂടെയാണ് സംസ്കൃതവും പ്രാകൃതവും അപഭ്രംശവും പോലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്ന വംശങ്ങൾ ഇവിടെ കടന്നു വന്നത്. അതുകൊണ്ട് ആര്യൻ, ദ്രാവിഡൻ മുതലായ വാക്കുകൾ ഇന്ന് പഴയ പോലെ നിസ്സംശയമായി ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്ന് അനേകം തെളിവുകൾ, പ്രത്യേകിച്ചും ജനിതകമായ തെളിവുകളോടെ ഇന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ ചരിത്ര പുസ്തകങ്ങളൊന്നും വായിക്കണമെന്നില്ല. വെറുമൊരു DNA ടെസ്റ്റിലൂടെ തെളിയിക്കാവുന്ന കാര്യമാണ്. നാം ആരും ഏതെങ്കിലും ഒരു പരിശുദ്ധ വംശത്തിൽപ്പെട്ടവരല്ല. നാം എല്ലാവരും തന്നെ ഹൈബ്രിഡുകളാണ്. അനേകം വംശങ്ങളുടെ രക്തം കൂടിക്കലർന്ന് ഉണ്ടായ മനുഷ്യരാണ്. അനേകം വംശങ്ങളിൽപ്പെട്ട ആളുകൾ ഇവിടെ നിരന്തരമായി ജീവിക്കുകയും വിവാഹത്തിലേർപ്പെടുകയും സന്തതികളുടെ പരമ്പരകൾക്ക് ജന്മം നൽകുകയും ഒക്കെ ചെയ്ത ആ സന്തതികളുടെ പരമ്പരകളിൽപ്പെട്ടവരാണ് നാം എല്ലാം. അതുകൊണ്ട് വെളുത്തവരെന്നോ കറുത്തവരെന്നോ ആര്യരെന്നോ ദ്രാവിഡരെന്നോ ഉള്ള എല്ലാത്തരം വിശേഷണങ്ങളെയും അപ്രസക്തമാക്കുന്ന രീതിയിലുള്ള നവീനമായ ഒരു ചരിത്രബോധത്തിൻ്റെ കാലത്താണ് നാം ജീവിച്ചു വരുന്നത്. മൂന്നാമത്തേത് ഹിന്ദി എന്ന ഭാഷയാണ്. അവകാശവാദത്തിന് 3 അടിത്തറകൾ എത്രമാത്രം പൊള്ളയാണ് എന്ന് ഞാൻ പറയുകയാണ്. ഈ ഹിന്ദി എന്ന പേരിൽ ഒരു ഭാഷയുണ്ടോ എന്നൊരു യഥാർത്ഥ ഹിന്ദിക്കാരനോട് ചോദിച്ചാൽ അയാൾ വളരെയേറെ സംശയിച്ച് മാത്രമേ മറുപടി പറയുകയുള്ളൂ. ആധുനിക ഹിന്ദി എന്ന പേരിലൊരു ഭാഷ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നേരാണ്. പക്ഷേ ഹിന്ദി ഇന്ത്യയുടെ ഭൂരിപക്ഷ ഭാഷയാണ് എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഹിന്ദിയെ മാത്രമല്ല, ബീഹാറിയും ബനാറസിയും ഭോജ്പുരിയും ഛത്തീസ്ഗഡിയും ബ്രജും രാജസ്ഥാനി പോലും ഉൾപ്പെട്ട അനേകം ഭാഷകളെ ഒന്നിച്ചു ചേർത്ത് ഹിന്ദി എന്ന് വിളിച്ചുകൊണ്ടാണ്. ഇതിൽ ചില ഭാഷകൾ സംസാരിക്കുന്നവർ പറയുന്ന വാക്കുകൾ മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുക പോലുമില്ല. അത്രത്തോളം വ്യത്യസ്തമായ അനേകം ഭാഷകളെ കൂട്ടിച്ചേർത്ത് ഹിന്ദി എന്ന് വിളിച്ച് അതിനെ ഭൂരിപക്ഷത്തിൻ്റെ ഭാഷയാക്കി നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണകൂടവും അതിൻ്റെ വൈതാളികരും ചെയ്യുന്നത്. ഞാൻ ഏതെങ്കിലും ഭാഷയോട് വിരോധം പുലർത്തുന്ന ഒരാളേ അല്ല. ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകരോട് ഹിന്ദിയിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അത് ഒരു ഭാഷയോടും നാം അനാദരവ് കാട്ടേണ്ടതില്ല. പക്ഷേ നമ്മുടെ ഭാഷയ്ക്ക് മുകളിൽ മറ്റൊരു ഭാഷയെ പ്രതിഷ്ഠിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാഷയെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിൽ അതിൻ്റെ ആധിപത്യം നിലനിർത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പൊരുതുന്നത് പോലെ തന്നെ നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടിയും പൊരുതേണ്ടി വരും എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഈ 3 വാദങ്ങളും, ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് എന്ന വാദം, ആര്യന്മാരുടേത് എന്ന വാദം, ഹിന്ദി സംസാരിക്കുന്നവരുടേതാണ് എന്ന വാദം, ഈ 3 വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആധുനികമായൊരു ഫാഷിസം ഇവിടെ ജന്മം കൊള്ളുന്നത് എന്നതുകൊണ്ട് അത് കോർപ്പറേറ്റ് സാമ്പത്തിക അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ആധിപത്യ രൂപം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് ഇവയെക്കുറിച്ചുള്ള പ്രാഥമികമായ ഒരു ബോധമുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. എവിടെ നിന്നാണ് ആ ബോധം നമുക്ക് കിട്ടുക? പുസ്തകങ്ങളിലേക്ക് പോവുക, വായനശാലകളിലേക്ക് പോവുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ തന്നെ ചരിത്രം, നമ്മുടെ വംശചരിത്രം, നമ്മുടെ ഭൂമിശാസ്ത്രം എങ്ങനെയാണ് ഇന്ന് നാം അറിയുന്ന രീതിയിലുള്ളൊരു ഇന്ത്യ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് ആരാണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധമുണ്ടാക്കുക. കാരണം ഇന്ത്യൻ സംസ്കാരം നിർമ്മിച്ചത് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമല്ല. നാം ഇന്ത്യയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടാറുള്ളത് ഒന്ന് അജന്തയും എല്ലോറയും പോലെ ബുദ്ധമതക്കാർ നിർമ്മിച്ച ഗുഹകൾ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ മഹത്തായ ജൈന വിഹാരങ്ങളും പൗമചര്യം പോലുള്ള ജൈന രാമായണങ്ങളും, അതും അല്ലെങ്കിൽ നമുക്ക് അറബികളിലൂടെ വന്ന പാഴ്സി ഭാഷയിലൂടെ വന്ന ഹിന്ദുസ്ഥാനി സംഗീത സ്വരൂപങ്ങളും അല്ലെങ്കിൽ ഗസലുകളും ഖവ്വാലികളും പോലുള്ള രൂപങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരിലൂടെ ഉണ്ടായി വന്ന ഇന്ത്യൻ ഭാഷകളിലെ ആധുനിക ഗദ്യം,
ഇതിനർത്ഥം ഞാൻ മറ്റ് സംഭാവനകളെ ഒന്നും നിഷേധിക്കുന്നു എന്നല്ല. തീർച്ചയായും മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളുടെ അനവധ്യ സൗന്ദര്യം ആസ്വദിച്ചിട്ടുള്ള അനേകം ആളുകളിൽ ഒരാളാണ് ഞാൻ. കർണാടക സംഗീതത്തിൻ്റെ ഒരു നിരന്തരം അത് ആസ്വദിക്കുകയും അതിനെക്കുറിച്ച് കവിതകളൊക്കെ രചിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു സംസ്കാരത്തിൻ്റെയും സംഭാവനയെ നിഷേധിക്കുകയല്ല. അതുപോലെ തന്നെ സിഖ് മതം പോലുള്ള ഒരു മതം എല്ലാ മതത്തിൻ്റെയും നന്മകളെ ഉൾച്ചേർത്ത് ഒരു പുസ്തകത്തെ ആരാധിക്കുന്ന ഗ്രന്ഥസാഹിബ് എന്ന ഒരു ഗ്രന്ഥത്തെ, എല്ലാ മതങ്ങളുടെയും സാരം അടങ്ങുന്ന ഒരു ഗ്രന്ഥത്തെ ആരാധിക്കുന്ന ഒരു മതം, അതും ഒരു ഇന്ത്യൻ മതം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ചില ആളുകൾ വിദേശികളാണ് എന്ന് ആരെങ്കിലും മുദ്ര കുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തലമുറകളായി ജനിച്ചു വളർന്ന ആളുകൾ അപരരാണ്, ഇതരരാണ്, പുറത്തുനിന്ന് വന്നവരാണ് എന്ന് വരുത്തി കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കാൻ നമുക്ക് കഴിയുക അറിവിലൂടെ മാത്രമാണ്. നമുക്ക് വെറും വാദം കൊണ്ട് അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ സൈബർ സ്ഥലങ്ങളിൽ നടക്കുന്ന അർത്ഥശൂന്യമായ പോരാട്ടങ്ങളോ ശകാരങ്ങളോ കൊണ്ട് അതിനെ നേരിടാൻ കഴിയുകയില്ല. വിജ്ഞാനം കൊണ്ട് മാത്രമാണ്, ശരിയായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ തരത്തിലുള്ള ശാസ്ത്രങ്ങളിലും ചരിത്രത്തിലുമുള്ള അടിസ്ഥാനപരമായ വിജ്ഞാനം കൊണ്ട് മാത്രമാണ് ഈ തരത്തിലുള്ള കപട വാദങ്ങളെ മുഴുവൻ തന്നെ നമുക്ക് നേരിടാൻ കഴിയുക. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് പഠനം, വിജ്ഞാനം, വായനശാലകളിൽ ഉണ്ടാകേണ്ട പുസ്തകങ്ങളുടെ സ്വഭാവം, ഇവയെക്കുറിച്ചൊക്കെ നാം വീണ്ടും ചിന്തിക്കേണ്ടത്. നമ്മുടെ വായനശാലയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ച് പോകൂ. അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ റൊമില താപ്പറുടെ ആര്യൻസ് എന്ന പുസ്തകം, അല്ലെങ്കിൽ റൊമില താപ്പർ ഉൾപ്പെടെയുള്ളവർ എഡിറ്റ് ചെയ്ത ഹൂ വെയർ ദി ആര്യൻസ് എന്ന പുസ്തകം, അല്ലെങ്കിൽ ടോണി ജോസഫിൻ്റെ ഏർലി ഇന്ത്യൻസ് എന്ന പുസ്തകം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ദീർഘമായ സംവാദ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്ന റൊമിലയുടെ തന്നെ ഡിസെൻറ്റ് എന്ന പുസ്തകം, അല്ലെങ്കിൽ അശോക് വാജ്പേയി എഡിറ്റ് ചെയ്ത ഇന്ത്യ ഡിസെൻസ് എന്ന് പറയുന്ന ഇന്ത്യ വിയോജിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ സംവാദങ്ങളെക്കുറിച്ചുള്ള പരിഭാഷകൾ ഉൾപ്പെടുന്ന ഒരു സമാഹാരം, അല്ലെങ്കിൽ അമർത്യ സെന്നിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകം. ഇങ്ങനെ ഇംഗ്ലീഷിലുള്ളതും പലപ്പോഴും മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഈ പറഞ്ഞ പുസ്തകങ്ങളിൽ 4 പുസ്തകങ്ങളെങ്കിലും മലയാളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഉള്ളതുമായ ഇത്തരം പുസ്തകങ്ങളുടെ പ്രാധാന്യം എനിക്ക് തോന്നുന്നു വളരെ മുൻപത്തേക്കാൾ വളരെയേറെ വർദ്ധിച്ചൊരു കാലമാണിത്. തെറ്റായ ഒരു ചരിത്രം പ്രചരിപ്പിക്കപ്പെടുന്നൊരു കാലത്ത് ശരിയായ ചരിത്രം മനസ്സിലാക്കുക എന്നത് തെറ്റായ ഒരു വംശീയവാദവും ഭാഷാവാദവും പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് ഏതെല്ലാം വംശങ്ങളാണ് ഇവിടെ വന്നത്, എന്തെല്ലാം കുടിയേറ്റങ്ങൾ ഇവിടെ നടന്നു എന്ന് തിരിച്ചറിയുന്നത്, തെറ്റായ രീതിയിലുള്ള സവർണാധിപത്യം സ്ഥാപിക്കപ്പെടുന്ന ഒരു കാലത്ത് ജാതി നിർമ്മാർജ്ജനത്തിന് വേണ്ടി അംബേദ്കർ മുഴക്കിയ മുദ്രാവാക്യം വീണ്ടും മുഴക്കുക എന്നത് പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മുടെ അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ നിർമ്മിച്ച ഭരണഘടനയെയും നെഹ്റുവിൻ്റെ പോലുള്ള ലിബറലുകൾ ഉയർത്തിപ്പിടിച്ച മനുഷ്യാവകാശത്തിൻ്റെ ധാരയെയും ഉയർത്തിപ്പിടിക്കുകയും അത് ജീവിച്ചു കാണിക്കുകയും ചെയ്യുക എന്നത് അതീവ പ്രധാനമാണ്. അതുകൊണ്ട് കാരണം ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം, ഒരു സാംസ്കാരിക പ്രവർത്തകൻ്റെ ധർമ്മം അധികാരത്തോട് നിർഭയമായി സത്യം പറയുക എന്നാണ്. നിർഭയം എന്ന വാക്ക് കൂടുതൽ പ്രധാനമായി വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നാസി ജർമ്മനി സന്ദർശിച്ചു വന്ന ഒരു സന്ദർശകനോട് ഒരാൾ ചോദിച്ചു, ആരാണ് ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ആരാണ് അവിടെ ഭരിക്കുന്നത്? അയാൾ പറഞ്ഞു, ഭയം. ഒരു പക്ഷേ ഒട്ടും താമസിയാതെ തന്നെ ഇന്ത്യയിലെ ആളുകൾക്കും ഇന്ത്യയിൽ വന്ന് തിരിച്ചു പോകുന്ന സന്ദർശകരോട് ആരെങ്കിലും ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭയം എന്ന് പറയേണ്ടി വന്നുകൂടാ എന്ന് ഇല്ല. ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തെ മുഴുവൻ തന്നെ ഭയത്തിന് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന, സത്യം പറയുന്ന ഓരോ നാവും അരിഞ്ഞു കളയുന്ന, നാം കണ്ടതാണ് കാൽബുർഗിയുടെ കഥ, നാം കണ്ടതാണ് ഗൗരി ലങ്കേഷിൻ്റെ, പൻസാരയുടെ, ഠാബോൽക്കറുടെ, സത്യം പറഞ്ഞവരുടെ, യുക്തിക്ക് വേണ്ടി നിന്നവരുടെ, തങ്ങളേതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ അന്ധരായ അനുയായികളല്ല എന്ന് വിളിച്ചു പറഞ്ഞവരുടെ, അല്ലെങ്കിൽ സത്യം പറഞ്ഞ ഗൗരിയെപ്പോലുള്ള പത്രപ്രവർത്തകരുടെ അന്ത്യം എന്തായിരുന്നു എന്ന് നാം കണ്ടതാണ്.
പക്ഷെ അവരാരും ഇല്ലാതായിട്ടില്ല. കൽബുർഗിയൻ്റെ ആത്മമിത്രമായിരുന്നു. അവരാരും മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ ആശയങ്ങളിലൂടെ അവർ ഉയർത്തിപ്പിടിച്ച നേരിൻ്റെ, നന്മയുടെ, നീതിയുടെ, സത്യത്തിൻ്റെ, സമത്വത്തിൻ്റെ സന്ദേശങ്ങളിലൂടെ ഈ കൊല്ലപ്പെട്ട മനുഷ്യർ വീണ്ടും വീണ്ടും ജനിക്കുകയും വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതങ്ങളെ നിരന്തരമായി പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് സാധിക്കുന്നത്, അത്തരത്തിലുള്ള പുനർജന്മങ്ങൾ സാധിക്കുന്നത് പുസ്തകങ്ങളിലൂടെയാണ്. ആ പുസ്തകങ്ങളുടെ വായനയിലൂടെ മാത്രമല്ല, പുസ്തകങ്ങളുടെ പുനർവായനയിലൂടെ കൂടിയാണ്. നാം വീണ്ടും വീണ്ടും വായിക്കുന്നു. ഇപ്പോൾ രാമായണം പോലുള്ളൊരു കൃതിയെപ്പറ്റി പറയും, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. രാമായണം ഒരു പ്രത്യേക പഠന വിഷയമായതുകൊണ്ട് അതിൻ്റെ ദീർഘമായ അതിനെക്കുറിച്ചുള്ള അക്കാദമിക് പ്രഭാഷണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് അനേകം രാമായണങ്ങളുണ്ട്. AK രാമാനുജൻ്റെ 300 രാമായണങ്ങൾ എന്ന പ്രബന്ധം പഠിപ്പിക്കാൻ ഡൽഹി യൂണിവേഴ്സിറ്റി തിരിച്ചപ്പോൾ അതിനെതിരായി സമരം ചെയ്ത കുറേ ആളുകളെക്കുറിച്ച് നമുക്കറിയാം. 300 അല്ല, 3000 രാമായണങ്ങളുണ്ട്. നമുക്ക് 3000 രാമായണങ്ങളല്ല, ആ 3000 രാമായണങ്ങളിൽ ഓരോ രാമായണത്തിനും അനേകം പാഠങ്ങളുണ്ട്. അനേകം തവണ പുതിയ പുതിയ രീതികളിൽ അത് വായിക്കപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ മാപ്പിള രാമായണവും വയനാടൻ രാമായണവും ഉൾപ്പെടെയുള്ള, പാതാള രാമായണം ഉൾപ്പെടെയുള്ള അനേകം രാമായണങ്ങളുണ്ട്. ഇങ്ങനെ ഏത് ഒരു പാഠം എടുത്താലും ശരി, ഒരു പാരമ്പര്യം എടുത്താലും ശരി, ഒരു വിചാരവിശേഷം എടുത്താലും ശരി, ഇവയ്ക്കെല്ലാം തന്നെ അനേകം രൂപങ്ങൾ, അനേകം അവതാരങ്ങൾ, അനേകം സമീപനങ്ങൾ, ലോകവീക്ഷണങ്ങൾ ഉള്ള ഒരു നാടാണ് ഇന്ത്യ. അതുകൊണ്ട് അത്തരത്തിലുള്ള വീക്ഷണങ്ങൾ സാധ്യമാകണമെങ്കിൽ നാം വായിക്കുക മാത്രം ചെയ്താൽ പോരാ, പുനർവായിക്കുകയും വേണം. നമുക്ക് അധ്യാപകർ പോലും പറഞ്ഞു തന്ന അർത്ഥങ്ങൾ ശരിയായിരുന്നോ എന്ന് നാം വീണ്ടും ചോദിക്കുകയും അന്വേഷിക്കുകയും വേണം. ഇത് തന്നെയാണോ വാൽമീകി ഉദ്ദേശിച്ചിരുന്നത്? ഇത് തന്നെയാണോ മഹാഭാരതം പല കാലത്തായി എഴുതിയ അനേകം വ്യാസന്മാർ ഉദ്ദേശിച്ചിരുന്നത്? അത് ഏതെങ്കിലും ഒരു ഭാഗം പിടിച്ചുകൊണ്ടുള്ള ഒരു ഇതിഹാസമാണോ? അതോ ഭാഗം പിടിക്കാതെ നീതിയെയും സത്യത്തെയും കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഇതിഹാസങ്ങളാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ നോവലുകൾക്ക് മുമ്പിൽ, ഇതിഹാസങ്ങൾക്ക് മുമ്പിൽ, കവിതകൾക്ക് മുൻപിൽ, നാം വായനശാലയിൽ കാണുന്ന പുസ്തകങ്ങൾക്കെല്ലാം മുൻപിൽ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നാം നിരന്തരം ചോദിക്കുകയും അവയെ പുതുക്കുകയും നമ്മെ പുതുക്കുകയും വേണം. പുസ്തകങ്ങളെയും നമുക്ക് പുതുക്കാൻ കഴിയും. നാം പുതുതായി വായിക്കുമ്പോൾ, ഞാൻ 15 വയസ്സിൽ വായിച്ചൊരു പുസ്തകമല്ല അത് ഞാൻ 30-ാം വയസ്സിൽ വായിക്കുന്ന അതേ പുസ്തകം തന്നെ. 60-ാം വയസ്സിൽ വായിക്കുന്നത് മറ്റൊരു പുസ്തകമാണ്. അതിൻ്റെ അർത്ഥം മാറിയിരിക്കുന്നു, സന്ദർഭം മാറിയിരിക്കുന്നു, അതെനിക്ക് തരുന്ന സന്ദേശം മാറിയിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് പുസ്തകങ്ങളെ പുതുക്കാൻ കഴിയും, പുസ്തകങ്ങൾക്ക് നമ്മെയും പുതുക്കാൻ കഴിയും. ഈ തരത്തിലുള്ള പരസ്പര നവീകരണത്തിൻ്റെ, പരസ്പര ശാക്തീകരണത്തിൻ്റെ, പരസ്പര സ്നേഹത്തിൻ്റെയും മൈത്രിയുടെയും പരസ്പര സംവാദത്തിൻ്റെയുമായ ഒരു ഭൂമിക സൃഷ്ടിക്കുകയാണ് ലൈബ്രറികൾ അനുഷ്ഠിക്കേണ്ട ഏറ്റവും പ്രധാനമായ ധർമ്മം. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബഹുസ്വര ഇന്ത്യയെ ഏകസ്വര ഇന്ത്യയാക്കാനുള്ള പരിശ്രമം നടക്കുന്ന ഒരു കാലത്ത്, ഒരു ബഹുശിലാനിർമ്മിതമായ ഇന്ത്യയെ ഏകശിലാരൂപമായ ഒരു ഇന്ത്യയാക്കി മാറ്റാൻ ഉള്ള ശ്രമം നടക്കുന്ന കാലത്ത്, ഇന്ത്യയിൽ തലമുറകളായി ജനിച്ചു വളർന്ന് ജീവിച്ച ആളുകളെ വിദേശികളായി മുദ്രകുത്താൻ കുറേ പേർ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഈ പ്രവർത്തനം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് വായനശാലകൾ, ലൈബ്രറികൾ പ്രധാനമാകുന്നത്. അതുകൊണ്ടാണ് ലൈബ്രറികൾ ഒരിക്കൽ കൂടി നമ്മുടെ സംസ്കാരത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായി മാറുകയും അവിടെ മറ്റ് പ്രവർത്തനങ്ങൾ, പ്രഭാഷണങ്ങളാകട്ടെ, നാടകങ്ങളാകട്ടെ, അല്ലെങ്കിൽ കൂട്ടായുള്ള ചർച്ചകളാകട്ടെ, എല്ലാം തന്നെ നടക്കുകയും വേണ്ടത്. അതുകൊണ്ട് വായനശാലകളെ കേവലം പുസ്തകങ്ങളുടെ കേന്ദ്രം മാത്രമായി, മൃതഗ്രന്ഥങ്ങളുടെ കേന്ദ്രം മാത്രമായി മാറ്റാതെ അവയെ ജീവിക്കുന്ന, നമുക്ക് സന്ദേശങ്ങൾ പകരുന്ന, സംവേദനങ്ങൾ സാധ്യമാക്കുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന സ്പന്ദിക്കുന്ന ഹൃദയങ്ങളാക്കി മാറ്റുക എന്ന ഒരു മഹത്തായ സന്ദേശമാണ് ഒരുപക്ഷെ ഈ കാലം നമുക്ക് പറഞ്ഞും പറയാതെയും തന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ സന്ദേശം ഉൾക്കൊള്ളാൻ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ്സിന് കഴിയട്ടെ. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും നമ്മുടെ ലൈബ്രറികൾക്കും ലൈബ്രറികളിലെ പല തലങ്ങളിലുമുള്ള പ്രവർത്തകർക്കും ഒപ്പം തന്നെ ഈ ലൈബ്രറികൾ ഉപയോഗിക്കുന്ന നമ്മുടെ വായനക്കാർക്കും കഴിയട്ടെ. അതിലൂടെ ഒരിക്കൽ കൂടി നവോത്ഥാനത്തിൻ്റെ മറ്റൊരു പടി ചവിട്ടാൻ കേരളത്തെ പോലുള്ള ഒരു നാടിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് ഞാൻ വളരെ ദീർഘമായ അക്കാദമിക് പ്രഭാഷണത്തിലേക്കൊന്നും പോകാതെ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വളരെ നന്ദി.